Hello friends, welcome to Counting Cars. Counting Cars like എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഹ്യുണ്ടായുടെ i10 ആണ്. അപ്പോൾ ഈ i10 എന്ന് പറഞ്ഞ വാഹനത്തെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കുറച്ച് ഇത് 2008 കാലഘട്ടമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഡോക്ടേഴ്സും അങ്ങനത്തെ ഒരു ഹൈ പ്രൊഫൈൽ ആൾക്കാരൊക്കെ അവരുടെ സെക്കൻഡ് വെഹിക്കിളായിട്ടും അല്ലെങ്കിൽ പ്രൈമറി വെഹിക്കിളൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഈ ഒരു i10. അപ്പോൾ i10 ശരിക്കും അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം i10 ഹ്യുണ്ടായുടെ ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ബേസ് വേരിയന്റ് നോക്കിയാലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കണ്ടായി അന്നത്തെ കാലത്ത്. ഇന്ന് നോക്കിയാലും അത് തന്നെയാണ് അവസ്ഥ. നമ്മൾ മാരുതിക്കായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഹ്യുണ്ടായുടെ വണ്ടികൾക്കായിരിക്കും ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോണത് ഈ ഒരു i10. ഇതൊരു ബ്ലൂ കളർ, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് ഈ ഒരു i10. ഇതിന്റെ കിലോമീറ്റേഴ്സ് 88,000 കിലോമീറ്റർ ഓടിയേക്കണ 2008 മോഡൽ i10 ആണ്. ഇത് ഡിലൈറ്റ് പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോണത്. ഇത് കൂടാതെ തന്നെ ഞാൻ വീഡിയോ പോണേക്കാകുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ ഒരു വാഹനമുണ്ട്, നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫോർമുല 1 മോട്ടോഴ്സ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂം ആലുവയിലാണ്. അവിടെ നിങ്ങൾക്ക് വാഹനം ഒന്ന് പാർക്ക് ചെയ്യുകയാണെങ്കിൽ പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റി അവൈൽ ചെയ്യാം. ഷോറൂമിലേക്ക് വരുന്ന വാക്കിൻ കസ്റ്റമേഴ്സും കൂടാതെ ചാനലിൽ കൂടി കിട്ടുന്ന പ്രൊമോഷൻ കൂടെ അയക്കുമ്പോൾ വാഹനങ്ങൾ സെയിലായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോന് താഴെ നമ്പറുണ്ട്, നമ്പർ അത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫെസിലിറ്റി അവൈൽ ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു i10ന്റെ ഫുള്ള് ഡീറ്റെയിൽ കണ്ട് തിരിച്ചു വരാം. അതിനുശേഷം നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹ്യുണ്ടായുടെ i10. അപ്പോൾ ഈ i10ന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കാം. ഇത് 2008 മോഡലാണ്. 88,000 കിലോമീറ്റർ ഓടിക്കുന്ന ഡിലൈറ്റ് പെട്രോൾ വേരിയൻ്റ് ആണത്. ഇതിൻ്റെ എഞ്ചിൻ പവറും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ 1100 cc ആണ് ഇതിൻ്റെ പവർ വരുന്നത്. കൂടാതെ തന്നെ മാക്സിമം പവർ നോക്കണമെങ്കിൽ 66 bhp 5500 rpm ജനറേറ്റ് ചെയ്യും. മാക്സിമം ടോർക്ക് നോക്കണമെങ്കിൽ 10 kgm at 2800 rpm ജനറേറ്റ് ചെയ്യും. അതുപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ 225 ലിറ്ററിൻ്റെ ബൂട്ടും ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 35 ആണ്. ഒരു ക്യൂട്ട് വാഹനം തന്നെയാണ് ഈ ഒരു i10. നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് റോട്ടിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി ഈ ഒരു ക്ലാസ്സിൽ പെടുന്ന വാഹനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ i10 ആണ് കുറച്ചുകൂടി ക്യൂട്ടായിട്ടുള്ളത്. ടയേഴ്സ് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് 50% ടയേഴ്സ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളൊന്നും പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ട് വ്യൂവും അതേപോലെ ക്ലോസ് വ്യൂ ഞങ്ങൾക്ക് തരുന്നുണ്ട്. ചെറുതായിട്ട് രീതിയിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതൊരു ടച്ച് ആൻഡ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷോറൂമിൽ തന്നെ ചെയ്തു തരുന്നതാണ്. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ആ ഒരു ഡിലൈറ്റിൻ്റെ ഒരു ബാഡ്ജിങ്, അതുപോലെ i10 എന്ന് പറഞ്ഞാൽ ലോഗോവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയേഴ്സാണ് മെയിനായിട്ടൊന്ന് പരിചയപ്പെടേണ്ടത്. നമുക്ക് ഡോറും തുറന്നിട്ട് ഇൻറ്റീരിയേഴ്സ് ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു ബീച്ച് കളറിൻ്റെയും ബ്ലാക്ക് കളറിൻ്റെയും കളർ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ വണ്ടിക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇൻറ്റീരിയേഴ്സ് ഇപ്പോൾ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു മ്യൂസിക് കൺസോളും അതേപോലെ സ്റ്റിയറിങ്ങും ഓഡോമീറ്ററും എവിടെ നോക്കിയാലും ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് നിങ്ങൾക്കൊരു വൈഡ് വ്യൂ ഇതിൻ്റെ ഫ്രണ്ട് കൺസോൾ മൊത്തം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം, ജസ്റ്റ് 88,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റും അതേപോലെ തന്നെ റിയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കാം. ബ്ലാക്ക് ആൻഡ് റെഡ് തീമിൽ എക്സ്ട്രാ ആഡഡ് ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. അതിവിശാലമായിട്ടുള്ള ആ ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ i10. റൂഫും കാര്യങ്ങളും നോക്കണമെങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ പാസഞ്ചർ സൈഡ് അല്ലെങ്കിൽ എന്താ പറയുക, യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെഗ് സ്പേസ്, അതേപോലെ തൈ സപ്പോർട്ട്, അതൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ കാണുന്നത് ഇവിടെ റോളിംഗ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം, അതിനൊപ്പം തന്നെ സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് മാക്സിമം നമ്മൾ ഇറക്കിയിട്ടേക്കണം. എന്നിട്ടും നമുക്ക് അത്യാവശ്യം നല്ല ഇതിന് ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ എഞ്ചിൻ ഭാഗമാണ് മെയിനായിട്ട് നോക്കേണ്ടത്.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പെട്രോൾ വേരിയൻ്റ് ആയിട്ടുള്ള Hyundai i10ൻ്റെ എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു ഓയിൽ ലീക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്ലൊക്കേഷൻ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എഡ്ജ് ടു എഡ്ജ് വ്യൂ നിങ്ങൾക്ക് തരുന്നുണ്ട്. വിശദമായിട്ട് നോക്കണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. ആ ലിഡിൻ്റെ ഒരു വ്യൂ കൂടി നിങ്ങൾ കണ്ടോളൂ. വളരെ മികവുറ്റ രീതിയിൽ തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് യാതൊരു രീതിയിലുള്ള ചിളക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു Hyundai i10. ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി ഫീല് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട കണ്ടോ. ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആ ഒരു സ്പീക്കേഴ്സ് ആയാലും എവിടെ നോക്കിയാലും ഒരു പുതുമ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ടോ. അതിലാവശ്യമായിട്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്കി വാഹനങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതിന് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് പറയാവുന്നതാണ്. 225 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ്. ബാക്കിയുള്ള ചെറിയ വാഹനങ്ങൾക്ക് 180, 190 ലിറ്റർ വരുമ്പോൾ ഇതിന് 225 ലിറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ലിഡിൻ്റെ ആ ഒരു വ്യൂ കൂടി ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ലിഡിൻ്റെ എഡ്ജ് ടു എഡ്ജ് നോക്കാവുന്നതാണ്. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു i10ൻ്റെ ഫുള്ള് വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ, ഇത് 2008 മോഡൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിലൈറ്റ് പെട്രോൾ വേരിയൻ്റ് ആണ്. അതുകൂടാതെ തന്നെ 88,000 കിലോമീറ്റർ ഓടിയേക്കുന്ന വാഹനമാണ്. ഈ ഒരു i10ൻ്റെ ഇതിൻ്റെ വില ഞാൻ സംസാരിക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അത് റീസെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു പേജാണ്. ആ പേജിൽ കൂടി ഞാൻ വാഹന സംബന്ധമായിട്ടും അതുകൂടാതെ തന്നെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് ജസ്റ്റ് വീഡിയോന് താഴെ തന്നെ ഉണ്ട്. അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,15,000 രൂപയാണ്. 1,15,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷിയേറ്റ് ചെറിയ രീതിയിലൊക്കെ നെഗോസിയേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന് താഴെ തന്നെ നമ്പറിനകത്തേക്ക് വിളിക്കാം, സംസാരിക്കാം, കാര്യങ്ങൾ ഡീൽ ചെയ്യാം. പിന്നെ ഒരു സേവനം അത് ഫോർമുല 1 മോട്ടോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഏത് ജില്ലയായാലും വാഹനം ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വരെ വാഹനം എത്തിച്ചേരും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് കോൺടാക്ട്സോ അല്ലെങ്കിൽ ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ആരെങ്കിലും ഈ ഏരിയ ലൊക്കേഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് വിടാം. അവിടെ നിന്ന് വാഹനം കണ്ടതിന് ശേഷം ഉറപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി മെക്കാനിക്കിനെ ഒന്ന് കാണിച്ച് ഉറപ്പ് എഴുതുക. അതിനുശേഷം പേയ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാം. അഡ്വാൻസ് തരണമെങ്കിൽ വാഹനം നിങ്ങളുടെ പേരിൽ മാറ്റി വയ്ക്കും. ബാക്കി ഫുൾ പേയ്മെൻറ്റ് ടൈം പോലെ എത്തിച്ചാൽ മതി. അത്രയും ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഹനം നിങ്ങൾ സ്വന്തമായി കരുതാക്കാം. പിന്നെ ഇവിടുന്ന് ഒരാൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ വാഹനം എത്തിച്ചേരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡെലിവറി സർവീസസ് ഫോർമുല 1 മോട്ടോഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഈ ഒരു i10ൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. ഇങ്ങനത്തെ ഇൻഫർമേഷൻ ഇഷ്ടമാണ്, യൂസ്ഡ് കാർ റിവ്യൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുടെ സപ്പോർട്ടും വേണം. നമ്മുടെ ചാനലിൽ കൂടി വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും കൂടാതെ എല്ലാ ദിവസവും യൂസ്ഡ് കാർ റിവ്യൂസും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട്. അപ്പം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. ഇനി നമുക്ക് അടുത്ത വെഹിക്കിൾ റിവ്യൂ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.